ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ IS-ലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയേക്കുന്നത് കേരളത്തിൽ നിന്നൊന്നുമല്ല. അങ്ങനെയാണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള സോഴ്സോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ChatGPTയോടും ഗൂഗിളിനോടൊക്കെ ചോദിച്ചു നോക്കി. അവരൊന്നും പറയുന്നത് അങ്ങനെയല്ല എന്നാണ്. ChatGPT എന്നോട് പറഞ്ഞത് തമിഴ്നാട്ടിൽ നിന്നാണെന്നാണ്. സെക്കൻഡ് പ്ലേസിൽ ഉത്തർപ്രദേശ് ഉണ്ട്. തേർഡ് പ്ലേസിൽ നമുക്കുണ്ട്. നമുക്ക് അപമാനിക്കാം അക്കാര്യത്തിൽ. അപമാനിക്കാനുള്ള വകുപ്പുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിനെ ചുറ്റിപ്പറ്റി ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസും മീഡിയ അറ്റൻഷനും വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ട്. IS-ലേക്ക് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് നടന്നേക്കുന്നത് 2016 to 2018 ടൈമാണ്. ഇതാണ് പീക്ക് ടൈം IS-ലേക്ക് പോയേക്കുന്ന അല്ലെങ്കിൽ IS ലിങ്ക്ഡ് ആയിട്ടുള്ള കണക്ഷൻസും കേസുകളും ഒക്കെ ഒരുപാട് വന്ന സമയം. ഈ സമയത്ത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ IS-ലേക്ക് പോയേക്കുന്നത് നമുക്ക് അപമാനിക്കാൻ പറ്റുന്ന നമ്മുടെ സംസ്ഥാനത്തിൽ നിന്നാണ്. ആ ഒരു കാര്യത്തിൽ നമുക്ക് അന്തസ്സായിട്ട് അപമാനിക്കാം. കേരളത്തിൽ നിന്ന് 20 to 30 ആളുകളാണ് IS-ലേക്ക് ആ ടൈമിൽ പോയത്. അതുകൊണ്ടാണ് ഇത്രമാത്രം മീഡിയ അറ്റൻഷൻ നമുക്ക് കിട്ടിയത്. പിന്നെ വേറൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ടൊക്കെ പോയിട്ടുണ്ടേ. ടൂർ പോകുന്ന പോലെ അഫ്ഗാനിസ്ഥാനിലും സിറിയയിലേക്കും ഒക്കെ IS-ലേക്ക് ജോയിൻ ചെയ്യാൻ പോയിട്ടുണ്ട്. അത് മീഡിയ അറ്റൻഷൻ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയി വെച്ചു. അപ്പം അങ്ങനെയാണ് നമുക്ക് ആ ഒരു പദവി കിട്ടിയത് കേട്ടാ. അത് ഇവർ സിനിമയിലേക്ക് യൂസ് ചെയ്തു. അവർ നല്ല രീതിയിൽ യൂസ് ചെയ്തു. പക്ഷേ സിനിമയിലേക്ക് വരാൻ നേരത്തെ ഇവന്മാർ കാണിച്ചു കൂട്ടിയത് കുറച്ച് കൂടുതലാണ്. 30,000-ഓളം ആളുകൾ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതും സ്ത്രീകൾ കൺവെർട്ട് ചെയ്യപ്പെട്ട്. അതൊക്കെ അതിൻ്റെയൊക്കെ രേഖ ഇതിൻ്റെ പ്രൊഡ്യൂസറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവനിങ്ങനെ കൈ കാണിക്കും. ഇതാണ് ആ രേഖ, വേണമെങ്കിൽ കണ്ടോളാൻ പറഞ്ഞ്. അതല്ലാണ്ട് അവൻ്റെ തെളിവ് കാര്യങ്ങളൊന്നും കാണത്തില്ല.